गया। കുറ്റാക്കൂരികൾ മുഖിലോണങ്ങി കിസ്ബിയെ കിസ്ബി പോയോ? ഷെബീബൊക്കെ ഇതിന്റെ ഉള്ളിലാണല്ലോ. ഷെബീബ് അഷിപ്പി സജി അഷിപ്പി സജി അഷിപ്പി സജി. കണ്ണോരം കണ്ണീർ മായനം. എല്ലാരും വന്നു. ഒരൊറ്റപ്പൂക്ക്. ഈ പാടം അതാണ് സംഭവം അല്ലേ. എന്തെങ്കിലും പരക്കെ വന്ന് വരുന്നു പോകുന്നു പോകുന്നു വരുന്നു. ആഷിപ്പി സജിക്കൊരു വേവ്. ജസീർസനാന് കിടക്കട്ടെ ഒരു വേവ്. ജസീറിനൊക്കെ അന്ന് കണ്ട, പിന്നെ ജസീറിനെ കണ്ടില്ല. ജസീറൊക്കെ തിരക്കില. സിനാനല്ലത്. ഹലോ 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 ഹലോ. ചാർജ് പോയോ? എന്തൊക്കെയാണ് എന്തായി അവിടൊക്കെ? നാട്ടിലൊക്കെ മെമ്പർമാരൊക്കെ സെറ്റായോ സിനാനെ? എന്താ ഇപ്പൊ ഇതിലൊരു മനുഷ്യനില്ലേ? മുണ്ടാൻ പോലും ഒരാളും. സബീഹ് ആരും തിരക്കിലാണ്. ബാസിം ബായ് വാരം ഗണമുഖിലും ധനതന്താനം പാടുന്നുണ്ട്.
എന്താ പേര്? രണ്ടാൾക്കാർ എന്നെ നോക്കിയേക്കണം. മൂന്നാൾക്കാർ. ആരൊക്കെയാണ് മൂന്നാൾക്കാർ? ഷബീഹ്, ബാസിം, സിനാന്. പക്ഷെ എന്താണ് ഇവര് നോക്കിക്കല്ലാതെ പറയണില്ല. സെബിയ എത്ര പാട് സെബിയ. നിങ്ങളവിടൊക്കെ മെമ്പർമാരായോ? നമ്മളെവിടെയെങ്കിലും നിക്കണോ? അൽഹംദുലില്ലാ, ഭയങ്കര സുഖം. അസ്മില് പിന്നെ എടവണ്ണ പോളിടെക്നിക്കിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അബ്ദുൽ അസ്മിൽ അല്ലേ അല്ലേ? അബ്ദുൽ അസ്മിൽ ഇവിടെ അല്ലേ? പിന്നെ എനിക്ക് സുഖല്ലേ? ഭയങ്കര ഭയങ്കര സുഖം. ഷിർഫാൻ അവിടെ മങ്കടന്ന് ഇങ്ങനെ കാണും. ഞാനാണ് ഇവിടെ മെമ്പർ. ഓ എന്റെ മോനെ, അവിടുത്തെ മെമ്പറേ ഇന്ന് എടുക്കാണ്ട നാട് കഴിഞ്ഞില്ലേ? തീരുമാനായില്. മെമ്പറേ അവിടെ ആരും കിട്ടാനില്ലേ? ഞാൻ വരേണ്ടി വരുമോ? നമുക്കിവിടെ ചാൻസ് ഉണ്ടോ ഒരു മെമ്പർ അയക്കാന്? സെബി അവിടെ എവിടെയെങ്കിലും ഒരു കിട്ടുമോ? മുഹ്സിൻ മുബാറക്ക് ജോയിന്റ്. കല്യാണം ഉണ്ട്. ഇൻഷാ അല്ലാ വരും, കല്യാണത്തിന് വരും ഇൻഷാ അല്ലാ. മിണ്ടാതിരിക്കാം. വണ്ടി നമ്മളെ വണ്ടി അല്ലടാ. വണ്ടി റെന്റിന് നമ്മളൊരു ടീം അങ്ങനെ ഉണ്ട്. അപ്പൊ അതുള്ളൂ. ഇവിടെ ഞാനാണ് മെയിൻ. അള്ളാ, എന്തൊക്കെയാ കേക്കണം. നല്ല പാട്, നല്ല പാട്. പരിപാടിക്ക് ഇൻഷാ അല്ലാ സെറ്റ്. ഏഴാം തീയതി പരിപാടി ഉണ്ട് കേട്ടോ. ഈ ലൈവില് വരുന്ന ആൾക്കാരൊക്കെ പരിപാടിക്ക് ക്ഷണിക്കാണ്. 7-ാം തീയതി പരിപാടി ഉണ്ട്. അതാ കുട്ടിയാനോ, നാട്ടമ്പുറം കുട്ടിയാനോ. ആൾക്കാരിങ്ങനെ വന്ന് ബൈപ്പാസ് ചെയ്ത് പോവാ. ആൾക്കാർ പോട്ടെ, വന്ന് പോട്ടെ. കുട്ടിയാനോ എന്താ വർത്താനം? അഷ്ഫാക്ക് MEAനെ വറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ഫാക്ക്. അഷ്ഫാക്കൊന്നും മിണ്ടാട്ടില്ല. അഷ്ഫാക്ക് എന്നപ്പോ ഇത് വേറെ കുറച്ച് ആൾക്കാരെ നമ്മളെ വാച്ച് ചെയ്യണ്ടപ്പോ. ശരി. അതില് ഓ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഖൈറ്. അഷ്ഫാക്കെ ആ ചോദ്യം മതി നമുക്ക്. സുഖമാണ് മോനെ, സുഖമാണ്. സുഖം ഫുൾ സുഖം. ഇനിയുടെ ആരെയുണ്ട് അങ്ങനത്തെ സുഖത്തിന്റെ ആൾക്കാര്? അൽഹംദുലില്ലാ. എന്താ കോളേജിനൊക്കെ പാട് അഷ്ഫാക്കെ? ലൈവ് ആവണ്ടല്ലോ, ഒരാളും കൂടി കിട്ടണം, എന്നാ സെറ്റ് ആയിക്കാരം. പവർ കൂട്ടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അഷ്ഫാക്കിനെ വേവ് ചെയ്ത അഷ്ഫാക്കിനെ കിട്ടില്ല. അഷ്ഫാക്കിനെ വേവ് ചെയ്ത് വിചാരിച്ച അഷ്ഫാക്ക് വരുമോ? ഇല്ല, സാധ്യതയില്ല. CEO സിഇന് ഫുൾ ഫോം വെച്ചാൽ നമുക്ക് പറയാനറിയില്ല. പിന്നെയാണ് നമ്മൾ CEO.
ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് ബൈപ്പാസ് ചെയ്ത് പോവാട്ടോ. ആദിൽ നിൽക്കുന്നുണ്ട്. അഷ്ഫാഖ്, സിനാൻ ടി കെ പുതിയ ആള്. ഈ സിനാൻ ടി കെന്റെ പുസ്തകം ഇന്ന് അവിടെ പുറത്തുണ്ടായിന്. സിനാനെ, അന്റെ പുസ്തകം അവിടെ ഒന്ന് പുറത്തുണ്ടീനി, നമ്മളെ പത്രം വെക്കുന്ന അവിടെ. ചിലപ്പോ മിസ്സായതേ കയറാം. എന്താ ഇപ്പൊ ലൈവ് ഒക്കെ? എടാ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് കുറച്ചാൾക്കാരൊക്കെ കാണാനൊരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. പക്ഷെ ആൾക്കാര് നമ്മളെ തിരിച്ച് അങ്ങനെ ആലോചിച്ചാലല്ലേ ഇപ്പൊ നടക്കുള്ളൂ. ഞമ്മക്ക് ഒഴിവുണ്ടാകുമ്പോ നമ്മള് വന്ന്, പക്ഷെ ഓൽക്ക് ഒഴിവും വേണം. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഒരാൾക്കാർക്ക് ഓരോ തിരക്കുകളല്ലേ. ക്ലാസ് ഒക്കെ നല്ല നല്ല ക്ലാസ് ഒന്നും കുഴപ്പമില്ലടാ. ക്ലാസ് നിങ്ങൾ ഈ 2K കിഡ്സിൽ വരുന്ന കുറച്ച് ആൾക്കാരല്ലേ, 2K കിഡ്സിന് കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. 2K കിഡ്സ് പ്രശ്നമാവൂലേ? ഒരു ചില ഇപ്പോ പോൽക്ക് നമ്മള് നോക്കിയാൽ മനസ്സിലാവില്ലേ, നമ്മളൊരു തന്ത വൈബ് ലെവലിലേക്കാരല്ലോ. അതേപോലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. ഇതിനിപ്പോ രണ്ടിങ്ങനെ കൊളാബ് ചെയ്ത് പോണം. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളാ. അപ്പൊ പഠനത്തില് ഇപ്പൊ അതിന് കൂടുതലും കോഴ്സ് എടുക്കുക. കൂടുതൽ കുട്ടികളും +2 കഴിയുമ്പോഴത്തേനും കോഴ്സ് എടുക്കുക. ഒന്നും പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശമാണ്. പിന്നെ ഈ പഴയ ആൾക്കാർ പറഞ്ഞ പോലെ ഈ ഇതില്ലല്ലോ, നമ്മളീ എന്താ പറയുന്നത്, സാമ്പത്തിക പ്രതിസന്ധി വീട്ടുകാർ കുറച്ചൊക്കെ നോക്കും. പിന്നെ ബാധ്യതകളില്ലല്ലോ. ബാധ്യതകളില്ലാത്തതുകൊണ്ട് നമുക്ക് ഫുൾ ലാവിഷാണ്. അതൊരു വേറൊരു മോഡാ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ലൈഫിലൂടെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റായി വരാണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നമ്മളെ മുന്നിലേക്ക് എത്തുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ വേറെ വിഷയങ്ങളില്ല. ക്ലാസ് ഒക്കെ എടുക്കുമ്പോ എന്താ വെച്ചാൽ ഒരു മൂഡ് പോലെ ആയിരിക്കും അന്നത്തെ ക്ലാസ്. ശരിക്കും പറഞ്ഞ ജെൻസി തന്നെയാണ് ഇപ്പൊ ഈ പറയണത്. അതിന് ജെൻസിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കൂടുതൽ ആൾക്കാരും അതിന് ഈ ചെങ്ങായിമാരെ കൂടെ അല്ലേ നടക്കണത്. അപ്പൊ ആ ചെങ്ങായിമാരുടെ അടുത്തുള്ള ക്വാളിറ്റി ആയിരിക്കും ഇവർക്ക് കിട്ടുക. നമ്മള് പോലെ പാരന്റ്സായിട്ട് അത്ര റിലേറ്റ് ആയിട്ട് നടക്കുന്നവരല്ല കൂടുതലും. ഒരുവിധം നെഗറ്റീവ് ആണെങ്കിലും ഒരുവിധം നല്ല പോസിറ്റീവ് ആണ്. നമ്മള് എല്ലാത്തിനും ആലോചിച്ചിട്ട്, ഈ പഴയ ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നമില്ല. നമ്മളെല്ലാം ആലോചിച്ച് നമുക്കൊരു സങ്കടം, വിഷമം, അതിനൊന്നും ആൾക്കാർക്ക് നേരമില്ല. ഇക്കാലത്ത് അടിച്ചു പിന്നി പോവല്ല, ജീവിക്കല്ല ആൾക്കാര്. ഓരോന്നിനും ഓരോ ഗുണം ഓരോ ദോഷം, രണ്ടും കൂടി ഏറ്റെടുത്ത് പോണവന് രക്ഷപ്പെട്ട്. അതാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു പ്രതിഭാസം, എഫക്റ്റ്. കുട്ടികളൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ളതല്ല, പക്ഷെ ഉപയോഗപ്പെടുത്തൂല. അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഓരോ ടൈപ്പ് ആൾക്കാരെ. എന്നാലും ഈ കൊറോണ വന്നോടെ കൂടി എല്ലാ ടൈപ്പ് മനുഷ്യന്മാരും നമ്മൾ കണ്ടുപോയി. ഒരു സാധനം വിട്ടുകൊടുക്കുന്ന ആള്, വിട്ടു കൊടുക്കാത്ത ആള്, ചില കാര്യങ്ങള് സ്വയം ജീവിതത്തോടെ പഠിക്കുന്ന ആള്, സ്വയം ജീവിതത്തോടെ പഠിക്കാത്ത ആള്, ഒരു പ്രശ്നത്തിന് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന ആള്, ആ നോക്കിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആള്, അങ്ങനെ സകല കാര്യങ്ങളും പുതിയ ഈ ടീമിന്റെ മനസ്സിലാവും. ഇനിയിപ്പോ സാനിഫ് എത്തി. സാനിഫ് ബൈ. ഒക്കെ മാറുക എല്ലാം മാറാ. സാനിഫ് ബായ്, നിയാസ് ബി, ഷാനിഫ്, ഡാനിഷിനെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇല്ല, അറിയില്ല, ഷാനിഫിനെ അറിയില്ല. ചെങ്ങായി ചോദ്യം എന്നെ ചോദിക്കുള്ളൂ. ഇവിടെ എന്നെ കാണുമ്പോ അപ്പൊ ചോദിക്കാതെ അറിയോന്ന്.
ആകെ കുറച്ച് ആൾക്കാരെ നമ്മൾ അറിയുള്ളൂ. അതില് അറിയുന്ന പെട്ട ആളല്ലേ ജി. പിന്നെ എന്നെങ്ങനെ അറിയിക്കണോ? ദേഷ്യം പിടിച്ചു. ദാനിഷ, എന്താ ഇപ്പൊ ഈ ചെക്കന്മാരൊക്കെ എങ്ങനെ? അക്ഷയ്, ഷാനിഫ്, ഇതാണ് മൂഡ് ഓഫ് ആവും. അതാണ് പ്രശ്നം. ഞാൻ അതാണ് സംസാരിക്കുന്നത് ഷാനിഫാണ്. ഡാനിഷ്, അത് ശരി. ഇപ്പൊ നിങ്ങള് തമ്മിൽ സംസാരിക്കുക. എന്നാ പിന്നെ ഇങ്ങോട്ട് ലൈവ് കയറി നിങ്ങള് പോടാ അവിടുന്ന്. പിന്നെ ശേ ഇതിപ്പം ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കച്ചവടം. ഡാനിഷും സാനിഫും നമ്മളോടൊന്നും സംസാരിക്കാനായിരിക്കും നേരല്ലേ. നമ്മളൊന്നും ആർക്കും വേണ്ട. ഓൾഡ് ഫ്രണ്ട്സ് അല്ലേ? ഓ, ഓൾഡ് ഫ്രണ്ട്സ്, ഭയങ്കര ഓൾഡ് ഫ്രണ്ട്സ് അവര്. ആ. പരിചയം പുതുക്കണം. പരിചയം പുതുക്കുക പറഞ്ഞാല് നിങ്ങൾക്ക് മുമ്പ് അതേമാതിരി ഒരു ചെറിയൊരു ചോറൊക്കെ വെച്ചിട്ട് നമ്മളെയും വിളിച്ച പരിചയം പുതുക്കാന്. അവന്റെ ഒരു പരിചയം പുതുക്കല്. ഈ പുതിയ കോഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാനും തന്നെ ഒരു കോഴ്സ് എടുക്കണം എന്ന് ആലോചിക്കുക. കോഴ്സിനെ കുറിച്ച് എന്ന് പറയുമ്പോ കോഴ്സിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ നിങ്ങളൊരു പൈസ ഒക്കെ നിങ്ങള് ലക്ഷ്യം വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കോഴ്സ് എടുത്തോളി. അതേ ഞാൻ പറയുള്ളൂ. നമ്മള് ഇനി നമ്മളൊരു റൂട്ടിൽ ആരും പോണ്ടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം 10 കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, പോളി കഴിഞ്ഞ്, എഞ്ചിനീയറിങ് കഴിഞ്ഞ്, എന്നിട്ട് നമ്മളെന്ത് പണിക്കാ പോണേ? അതിനേക്കാളും നല്ലതാണ് +2 കഴിഞ്ഞിട്ട് നേരെ ഒരു കോഴ്സ് എടുത്താല്. കോഴ്സിന് പോയിട്ട് ഒരു കാര്യമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെന്താ പറയാ, നല്ലൊരു പോയിന്റിലേക്ക് എത്തിക്കിട്ടുക എന്നുള്ളത് തന്നെ സത്യം. അതിലേക്ക് എത്തിക്കിട്ടിയാല് അവിടുന്ന് പിന്നെ ചാൻസസ് ഒക്കെ വരും. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടുമുട്ടില്ല എന്ന് വിചാരിക്കുക, കഴിഞ്ഞ കഥ. ഇതേപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു കോഴ്സ് നിങ്ങൾ കണ്ടുമുട്ടിയാല് അതിൽ നിന്ന് ഇങ്ങനെയാണ് കയറി പോകും. അതിന് കൂടെ ആ കോഴ്സ് എടുക്കാൻ വേണ്ടി നല്ല ആൾക്കാരായിരിക്കും. അങ്ങനെയാണ് കയറും. ചാൻസസ് ഒക്കെ കിട്ടും. ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ എല്ലും നല്ല കിട്ടിയ രക്ഷപ്പെട്ട്, അല്ലേ കഴിഞ്ഞ കഥ. ഷാനിഫിന് സുഖമാണ്. ഈ ചെങ്ങായി ഇത് കുറച്ച് നേരാണ് ഷാനിഫിന് സുഖം അന്വേഷിക്കാൻ പോകുന്നത്. മറ്റേത് ഇപ്പൊ ഉണ്ടോന്നോ? ഷാനിഫിന്റെ എല്ലാ കാര്യം ഇപ്പൊ പുറത്താവും. അക്കാലത്തിലാണ് ഇപ്പൊ ഇവിടുത്തെ ചർച്ചകൾ പോണത്. മറ്റേത് ഇപ്പൊ പുറത്ത്. ഇപ്പൊ കുട്ടീന്റെ ലൈന്റെ കാര്യം കൈകാര്യം ചോദിക്കേണ്ടതാ. ഡാനിഷായോണ്ട് അങ്ങനത്തെ ആയിരുന്നു ചോദിക്കണ്ടവരല്ല. ഷാനിഫ് കരഞ്ഞു. എന്തൊക്കെ പറ്റി കാണണം. ഷാനിഫ് പോട്രാ. അതാ ആളെത്തി. ഹക്കീം, അസ്മി, അമാൽ, അഭിജിത്ത്. ഈ ചെങ്ങായിമാരൊക്കെ ഇതിലാണപ്പോ. ആ, അത് ഇപ്പൊ ഇല്ലാന്ന്. ഈ ചെങ്ങായിക്ക ഷാനിഫ് പോയി. ഇനി അവന്റെ കേസ് കിട്ടല്ല ജി. ഷാനിഫ് അവിടുന്ന് വിട വാങ്ങീന്ന്. ഡാനിഷിന്റെ ഏതോ ഉണ്ടേനിയോ? ഡാനിഷിന്റെ ഒരു ഓർമ്മ നിൽക്കണില്ല. ഡാനിഷിന് അങ്ങനത്തെ ചുറ്റിക്കളി ഇല്ലേനി. അതാ. ഇവനെ ശരിക്കും ഞാൻ ലൈവ് ഇട്ട് എന്നുള്ളൂ. ഡാനിഷ് ഇതിൽ കൂടെ എല്ലാവരോടും സംസാരിക്കുക. ഇതൊരു തരം സുഖല്ലേ നിങ്ങക്ക്? ഭയങ്കര സുഖം.
ഓ, മിഡിൽ ക്ലാസ് ഫാമിലി എന്തൊക്കെയാ കേൾക്കണം, ഓരോ ആൾക്കാരെ പറഞ്ഞേക്കില്ലേ, മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എല്ലാരും. എല്ലാരും ഇപ്പൊ അത് ഇതൊക്കെ തന്നെയാണ്, എന്താ ഇപ്പൊ ചെയ്യാ. തന്നേമെന്ന് ഇനി അങ്ങോട്ട് കരക്കേറാനുള്ള പരിപാടി വെക്കുക, അല്ല ഇപ്പൊ എന്താ. എല്ലാരും വിചാരിച്ചു നോക്കാൻ നമ്മളെ കൈക്കൊക്കെ വരുന്ന മെനക്കെട്ട് നോക്കുക, കിട്ടണേ കിട്ടട്ടെ. എടാ, പാസ് നമ്മളെ കയ്യിലുണ്ട്, കളി കാണാൻ വരുന്നില്ല എന്നുള്ളത് ഒറ്റ കുഴപ്പമുള്ളൂ. എന്താവോ ഈ പാസ് ഇല്ലെങ്കിൽ ചിലപ്പോ കളി കാണാനും വല്ലാത്തൊരു ത്വരയിക്കാരം. എന്നപ്പോ ചെയ്യാ, ഓരോ മൈൻഡ് സെറ്റ് ആണ്. അതുൽ ജിത്തൊക്കെ ഇതിന്റെ ഉള്ളിലാണല്ലോ. അതുൽ ജിത്തെ മോനെ, അതുൽ ജിത്തെ. എങ്ങനെടാ ഇനിയിപ്പം, ഇന്നലെ നല്ലൊരു കളി ഇനിയൊന്ന് പറഞ്ഞു. ഇന്നലെ ഒന്ന് സമനിലായിട്ട് അവസാനം എന്താ പാസ് പാസ് ഒന്നും തരുമെന്ന് വിചാരിച്ചിക്കണ്ട. പാസ് അവിടെ വെറുതെ കിടന്നാലും എനിക്ക് തരൂല. അവിടെ ഫുൾ ടൈം അവിടെ പണിക്ക് പോയാണ്ട് അവിടുന്ന് ഒരു പാസം കൊപ്പിച്ചാൻ കഴിഞ്ഞിട്ട് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കൂലേ. തരില്ല 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 തരില്ല. ഷാറൂഖ്, സാല്. ഇന്നലെ അതിന് സമനിലായി. അവസാനം എന്താ ടോസ് ഇട്ടിട്ടല്ലേ കിട്ടീന്. വാരിസ്, സോറി മോൻ. എടാ നല്ല ക്ലാസ്, നല്ല അടിപൊളി ക്ലാസ്. ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയ കാലഘട്ടം ആയതുകൊണ്ടേ കുട്ടികളൊക്കെ വെറൈറ്റിയാ. കുട്ടികൾ വെറൈറ്റി ആയതുകൊണ്ട് നമ്മക്ക് നമ്മള് എന്താ പറയാ, ഒരു പ്രത്യേക പ്രാക്ടീസിങ് അല്ല, നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് ജീവിച്ച് കാണിക്കണം, എന്നാലേ നടക്കുള്ളൂ ഇത്. കുട്ടികളെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ജീവിക്കണം, നമ്മൾ ഒപ്പിക്കല് പരിപാടി ഇല്ല. അത് ഇതിലിപ്പോ അഭിജിത്തിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. ഈ ഐസി ചെങ്ങായി എന്താണ്, ഇവനെ കൊണ്ട് നമ്മൾ കുടുങ്ങിയല്ലോ. ഡാനിഷ് ഫുള്ള് ഇവല് തമ്മിലാണ് ഇപ്പം പാസ് ഇട്ട് കളിക്കുന്നത്, നമ്മള് പുറത്ത്. മാസിനൊക്കെ ഇതിൻ്റെ ഉള്ളില്. മാസിനെ, റയാന്. ഇത് എന്റെ ഒരു സംശയത്തില് ഇതിന്റെ ലിങ്ക് എവിടോ വഴി പോകുന്നുണ്ട്. നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ കൂടെ ഇതൊന്ന് കറങ്ങി നടക്കണ്ടോ. ആ, റയാന്. ആ ഗ്രാഫ് മോൾക്ക് തന്നെ, ഫുൾ മോൾക്ക്. ആ, അത് ശരിയാ സാർ. ഉം ഉം യാസീന് ഇപ്പൊ ഞാനോട് പറഞ്ഞിട്ടുള്ള നോട്ട് ചെയ്താൻ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്തി. ഓ, തിജാക്കിയ ലൈവ്. അതെ 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 അതെ, തിജാക്കിയ ലൈവാ. ഇപ്പൊ ഇതിന്റെ ഫിൽറ്ററിൽ ഇനി തീന്റെ എന്തെങ്കിലും ഉണ്ടോ. ഫിൽറ്റർ ഒന്നും ഞാൻ ഇട്ടാണ്, ഇനി ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് താങ്ങും അറിയില്ല. 4K കുറച്ച് ഫിൽറ്ററുകളൊക്കെ ഉണ്ട് ഇതില്, പക്ഷെ ഇതിന്റെ റേഞ്ച് എങ്ങനെയാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവിടെ കട്ടെ ഫിൽറ്റർ, വേണ്ട ഫിൽറ്റർ. പൂക്കി റഹീം സർ. ആ. ഉം ഉം
അതെ 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 അതെ. നിഹാല്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഓലെ ക്ലാസ് ഗ്രൂപ്പിൽ പോയിണ്ടാവും ഈ ലിങ്ക്. അതിന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതായത് ചെങ്ങന്മാരെ നാളുള്ള ഇമ്പോസിഷനെ നമുക്ക് തന്നില്ലെന്ന്. 2 തവണ 4 തവണ 8 തവണ എഴുതാൻ നിന്നുണ്ട്. പിന്നെ ഓരെന്താ ഇതിന്റെ ഉള്ളില്. ഇപ്പൊ പോനിയാലൊക്കെ ഇപ്പൊ മുങ്ങപ്പെടുന്നത്. അഞ്ചു അഞ്ചിനൊക്കെ അന്ന് കണ്ട. അബ്ദുള്ള 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 നിങ്ങള് വാലൈക്കും മുസ്സലാം വാലൈക്കും മുസ്സലാം. പിന്നെ അബ്ദുള്ള പറയല്ലേ എന്ന് കാണാൻ അറിയാം. അഞ്ചു ഹായ് 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 ഹായ്. അഞ്ചിന് അന്ന് കണ്ടേക്കാരം കോളേജിൽ നിന്ന് അല്ലേ. പിന്നെ കണ്ടില്ല. മാസിന് യാസി ഇതുണ്ടല്ലേ, മാസിനെ ഞാനെ കൊളാക്കുക ഞാൻ അവിടെ ഇട്ടാണ്ട്. മാസിനിങ്ങനെ മറ്റോലിട്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കുക, എന്നിട്ട് ഓനിങ്ങനെ ഇങ്ങനെ ടോപ്പ് അയക്കുക. അൽഹംദുലില്ലാ സുഖം സുഖം. ആൾക്കാരെ ആ ആ ആ എങ്ങനെ ഇരിക്കണ്. ഡാൻസ്, ഓ ഡാൻസ് കളിക്കാം. ഡാൻസ് ആണല്ലോ നമ്മളെ മെയിന്. കൊള്ളപ്പന്നി ഡാൻസ് കളിക്കാഞ്ഞിട്ടേ. ഇപ്പൊ അവിടെ പഠിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഡാൻസേ ലൈവ് ഉണ്ട്. കണ്ടന്റ് എന്താണ്? ഓ ലൈവിന്റെ കണ്ടന്റ് മോണിക്ക. മോണിക്ക നടക്കൂലടാ, നമ്മക്കൊണ്ടാന്ന് കയ്യൂലേ. എന്തിനാണ് മോണിക്ക. അതിനാന് ഈ അതിനാനൊന്നും ഞാൻ കാണാത്താണല്ലോ. ഈ റയാനല്ലേ എന്നും ലോക്കാക്കി. ബാസിത് ഇത് ഇത് ആ ഏരിയ എന്നുള്ള നല്ലൊരു വൻ കുതിച്ചുചാട്ടായി കാണുന്നത്. ആ ഗ്രൂപ്പിലേക്ക് ലിങ്ക് എന്തോ ഒന്ന് പോയിന്. ഇനി ഇത് അടുത്ത വഴി എങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടോ അറിയില്ല. ആം, ഉം, ഇല്ല നമുക്ക് പ്രശ്നമില്ല. ബാസിദ് ബാസിദ് ഹായ് ഹായ് ബാസിദ് ബായ് ഹായ് ഹായ്. ബാസി ജോയിന്റ്. അഭിനവ്, അഭിനവ് സ്റ്റാർട്ടഡ് ടു ഫോളോയിങ് യു. ഫോളോ ചെയ്തു അഭിനവ്. വലിയൊരു നന്ദി. ഈ ഒരു സമയ ഇടവേളയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അഭിനവ് സാർ. അഭിനവിനൊക്കെ വേവ് ചെയ്ത് അഭിനവിനെ കാണാൻ കഴിയും. അഭിനവന് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ പിന്നെ ലൈവിലേക്ക് വരാൻ? ഹായ് അതിനാന് റിജാസ്. ഹലോ ഹലോ ഹലോ. അഭിനവ് അഭിനവ് ഹലോ 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 ഹലോ. ആ എല്ലാരും കേറി പവറാക്കി കാണിച്ചു തരാം. നാളെ അങ്ങോട്ട് വരി നിങ്ങളെ പവറാക്കാൻ. ഇനി എനിക്ക് തോന്നുന്നു ഇതില് ലൈവില് വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നല്ലേ. ക്ലാസ്സിൽ എങ്ങനെയായാലും നിങ്ങളെ കിട്ടലില്ല.
എന്താണ് ഇജിഞ്ഞി ഇജോ ബിൻഷാദ്. ഞാൻ എന്നാലേ ഒന്ന് പോയി വരാം. മനസ്സില് എല്ലാ ടീമും വരുന്നുണ്ട്, ഞാൻ ഒന്ന് പോയി വരാട്ടോ.